ആൻറ്റി മൈക്രോബിയൽ പ്രതിരോധത്തിനെതിരെ നമുക്കൊരുമിക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ആശുപത്രി ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആക്കുന്നതിൻ്റെയും ഭാഗമായുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിലേക്കുമായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ മൈക്രോബിയൽ റെസിസ്റ്റൻസ് ജില്ലാ നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധയുമായ ഡോക്ടർ വി ശാന്തി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി അധ്യക്ഷയായി. ആൻറ്റിബയോട്ടിക് ബ്ലൂ കവറിൻ്റെ പ്രകാശനം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ആശുപത്രി ഫാർമസി സ്റ്റോർ കീപ്പറായ ഷാജി വിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഡോക്ടർ PK ബീന, ഡോക്ടർ സുഞ്ജിത്ത്, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവർ ആശംസ അർപ്പിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ കൃതജ്ഞത പറഞ്ഞു. ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ആശുപത്രി ആന്റിബയോട്ടിക് സ്മാർട്ട് ആകുമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാ സ്റ്റാഫിനും നമ്മുടെ ആശുപത്രിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഫീൽഡ് സ്റ്റാഫ്, ആശാമാർ, ഈ ഏരിയയിലുള്ള എല്ലാവരും ഈ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ AMR പ്രോഗ്രാമിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നൽകി അവർക്കെല്ലാം നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും ആദ്യം. അപ്പൊ എല്ലാ സ്റ്റാഫ് ആശുപത്രിക്ക് അകത്ത് പുറത്തുള്ള എല്ലാ നമ്മുടെ സ്റ്റാഫുകളും ട്രെയിൻഡ് ആയിരിക്കും. ട്രെയിനിങ് ബോധവൽക്കരണം. രണ്ടാമത്, നമ്മൾ ഈ ട്രെയിനിങ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ലേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തോ എല്ലാ സമയത്തും ആൾക്കാർക്ക് ഈ ഇതിനെക്കുറിച്ച് വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കാനും അവരോട് സ്ഥിരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബോർഡുകൾ വെക്കണം. എല്ലാവരും കാണുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ബോർഡ് കാണുമ്പോഴൊക്കെ നമ്മൾ ഒന്നുകൂടെ അത് ഓർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ ജനത്തിന് ഇൻഫർമേഷൻ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടി പബ്ലിക് പ്ലേസിൽ, നമ്മുടെ OP-യിലേക്ക് പേഷ്യൻസ് വരുന്ന സ്ഥലങ്ങളിൽ, മോഡലിൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ IEC മെറ്റീരിയൽസ് അത് ബോർഡുകളായിട്ട് വെക്കുന്നുണ്ടാവും. ഇതിന്റെ IEC-ന്റെ ബിഗ് നോട്ടീസാണ് ആശുപത്രിക്ക് നമ്മൾ തരുന്നത് വീടുകളിൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ IEC മെറ്റീരിയൽസ് നമ്മൾ എല്ലാ സ്ഥലത്തും എക്സിബിറ്റ് ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത്. മൂന്നാമത് മെയിനായിട്ട് നമ്മുടെ ഡോക്ടർമാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, അതായത് എഴുതുന്ന ആന്റിബയോട്ടിക്, ഒരു രോഗിക്ക് ആന്റിബയോട്ടിക് വേണമെങ്കിൽ മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുക. ഇനി അഥവാ അവർ എഴുതുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ആന്റിബയോട്ടിക് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതുള്ളത്, അതിന് 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ഉള്ള ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ആന്റിബയോട്ടിക് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ.